Cbse Class 10, Chapter 2, Polynomial, Previous Year Questions. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² - 3x + 1 ഹാസ് സീറോസ് ആൽഫ ആൻഡ് ബീറ്റ. അതായത് ഒരു 2x² - 3x + എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിന്റെ സീറോസ് ആൽഫയും ബീറ്റയും ആണ്. Now form a quadratic equation whose zeros are 3 alpha and 3 beta. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിന്റെ സീറോസ് ആൽഫയും ബീറ്റയും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പുതിയൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഫോം ചെയ്യേണ്ടത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. അതിന്റെ സീറോസ് എങ്ങനെ ആയിരിക്കണം? 3 ആൽഫയും 3 ബീറ്റയും ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ രണ്ട് മെത്തേഡിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം. അതായത് ഈ ആൽഫയും ബീറ്റയും, അതായത് സീറോസും കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? 2, 3 അല്ലെ? ആ കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ അത് വെച്ചിട്ടും പ്രൂവ് ചെയ്യാം. ഇനിയും അത് മാത്രമല്ലാതെ 2x² - 3x + 1 സീറോസ് കണ്ടുപിടിച്ച്, അതായത് ആൽഫയുടെ ബീറ്റയുടെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ട് മെത്തേഡിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ഒരു മെത്തേഡിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2x² - 3x + 1 ആണ്. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരിക്കുന്നത്. 2x² - 3x + 1 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരിക്കുന്നു. ഇതിൽ സീറോസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സീറോസ് ഏതൊക്കെയാണ്? ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയും ബീറ്റയുമാണ് സീറോസ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ, അതായത് കോഎഫിഷ്യൻസും സീറോസും തമ്മിലുള്ള റിലേഷൻ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b/a ആണ്. ആണ്. ഇതിൽ a എന്ന് പറയുന്നത് എന്താണ്? x² കോഎഫിഷ്യന്റ്, അതായത് 2 ആണ്. b എന്ന് പറയുന്നത് x കോഎഫിഷ്യന്റ് ആണ്, അത് 3 ആണ്. ഇനി അടുത്തത് c വരുന്നുണ്ട്, അതെന്താണ്? 1 ആണ്. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b/a. ഇവിടെ മൈനസ് ഓഫ് -3, കാരണം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -3 ആണ്. -3 ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് x² കോഎഫിഷ്യന്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു? -3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 എന്ന് ആൻസർ കിട്ടുന്നു. അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 3/2 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത് നോക്കുന്ന ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു c/a ആണ്. c എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. 1, a എന്ന് പറയുന്നത് 2 ആണ്. 1/2. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 3/2 എന്നും ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 1/2 എന്നുമാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനിയും ഇത് നമ്മുടെ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റിലേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ അടുത്തൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. അതിന്റെ സീറോസുമായിട്ടുള്ള സീറോസിനെ പറ്റി ഒരു ഐഡിയ തന്നിട്ടുണ്ട്. അതിന്റെ സീറോസ് എന്ന് പറയുന്നത് ആൽഫ അല്ല 3 ആൽഫയാണ്, ബീറ്റ അല്ല 3 ബീറ്റയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് എങ്ങനെ പോകാൻ നോക്കാം. നമുക്കറിയാം സെക്കൻഡ് ഇക്വേഷന്റെ ആൽഫയും ബീറ്റയും എങ്ങനെയാണ്? ആൽഫ പ്ലസ് ബീറ്റ, അതിന്റെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? 3 ആൽഫയാണ്. അപ്പൊ റിലേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 3 ആൽഫ പ്ലസ് 3 ബീറ്റ എന്ന് എഴുതണം. കാരണം സെക്കൻഡ് ഇക്വേഷന്റെ സീറോസുകളുടെ സം ഓഫ് സീറോസ് അല്ലേ? ഇതെങ്ങനെ എഴുതുന്നത്? സം ഓഫ് സീറോസ് ആണ്. സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് കിട്ടേണ്ട ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സീറോസ് എന്ന് പറയുന്നത് ആൽഫ
ബീറ്റ അല്ല 3 ആൽഫ ആണ്. ഒരു സീറോ എന്താണ് 3 ആൽഫയും സെക്കൻഡ് സീറോ എന്ന് പറയുന്നത് 3 ബീറ്റയുമാണ്. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 3 ആൽഫയും 3 ബീറ്റയും. അപ്പോൾ 3 ആൽഫ, അപ്പോൾ സം ഓഫ് സീറോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 3 ആൽഫ പ്ലസ് 3 ബീറ്റ. അപ്പോൾ 3 ആൽഫ പ്ലസ് 3 ബീറ്റയ്ക്ക് 3യെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ എടുക്കാം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു 3 ആൽഫ അല്ലെ, 3 ആൽഫ പ്ലസ് ബീറ്റ. 3 ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ നമുക്കറിയാം എന്താണ് 3/2 ആണ്. therefore അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 into 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 9/2 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് നമ്മുടെ റിക്വയർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 9/2 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്, 3 ആൽഫ into 3 ബീറ്റ. അതെന്താണ് ആൻസർ വരുന്നത്? 3 into 3 9 ആൽഫ ബീറ്റ, 9 into ആൽഫ ബീറ്റ. അപ്പൊ നമുക്കിവിടെ ആൽഫ ബീറ്റയുടെ വാല്യൂ അറിയാം. ആൽഫ ബീറ്റ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1/2 ആണ്. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 9 into 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/2 എന്ന് തന്നെ ആൻസർ കിട്ടുന്നു. അപ്പോ സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു 9/2 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു 9/2 എന്ന് തന്നെ കിട്ടുന്നു. അപ്പോൾ നമുക്കിവിടെ സം ഓഫ് സീറോസ് എത്ര കിട്ടിയിരിക്കുന്നത്? 9/2. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ, അതായത് മൈനസ് ബി ബൈ എ ഇസ് ഈക്വൽ ടു 9/2 എന്ന് കിട്ടി. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൻസർ എന്ത് തന്നെയാണ്? 9/2 തന്നെയാണ്, അതായത് സി ബൈ എ. അപ്പൊ ഇവിടുന്ന് ബിയുടെ വാല്യൂ എയുടെ വാല്യൂ നമുക്ക് കറക്റ്റ് ഈ ഒരു റിലേഷനിൽ നിന്ന് തന്നെ കിട്ടും. കാരണം ഇവിടെ നമുക്ക് മനസ്സിലാവും എ ഈസ് ഈക്വൽ ടു 2 ആണ്, മൈനസ് ബി ഈസ് ഈക്വൽ ടു 9 ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 9 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ബി ഈസ് ഈക്വൽ ടു -9, എ ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. സെക്കൻഡ് കേസിലെ പോലെ തന്നെ നമുക്ക് എഴുതാം എ ഈസ് ഈക്വൽ ടു 2 ആണ്, നമുക്കറിയാം എ ഈസ് ഈക്വൽ ടു 2 ആണ്. സി ഈസ് ഈക്വൽ ടു 9 ആണ്, ആണ്. അപ്പൊ നമ്മുടെ ജനറൽ ഫോർമാറ്റ് എന്താണ്? എക്സ് സ്ക്വയർ അല്ലെ ബി എക്സ് പ്ലസ് സി എന്നുള്ളതാണ്. ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. എയുടെ വാല്യൂ എന്താണ്? 2x സ്ക്വയർ മൈനസ് 9x പ്ലസ് 9 എന്ന് കൊടുക്കും. ഇതാണ് നമ്മുടെ റിക്വയർഡ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ അടുത്തൊരു മോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ഓഫ് സം ഓഫ് സീറോസ് into x പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. ഈ ഇക്വേഷനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് എന്താണ്? 9/2 പ്ലസ് 9/2 പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്താണ്? 9/2. അപ്പൊ ഇവിടുത്തെ ഡിനോമിനേറ്ററിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 വെച്ച് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ഇൻറ്റു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x സ്ക്വയർ, 2 വെച്ച് ഈ ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 2 ക്യാൻസൽ ആവും. അപ്പോൾ മൈനസ് 9x എന്ന് കിട്ടുന്നു. ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 2 ക്യാൻസൽ ആവുന്നു. ഇവിടെ ആൻസർ 9 എന്ന് വരും. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 9x പ്ലസ് 9 എന്ന് കിട്ടുന്നു. അല്ലെങ്കിൽ x സ്ക്വയർ മൈനസ് 9/2x പ്ലസ് 9/2 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും ഇത് സെയിം മെത്തേഡ് തന്നെയാണ്. ഇതിന്റെ രണ്ട് രീതി മാത്രമാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി
മറ്റൊരു രീതിയിലും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ആ ഒരു മെത്തേഡും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കിനി ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ് കൂടി നോക്കാം. തന്നിരിക്കുന്ന പോളിനോമിയൽ 2x² - 3x + 1 ആണ്. ഇതിന്റെ സീറോസ് എന്ന് പറയുന്നത് സീറോസ് ഏതൊക്കെയാണ്, ആൽഫയും ബീറ്റയാണ്. നമുക്ക് ഈ ആൽഫയുടെ ബീറ്റയുടെ വാല്യൂസ് ഒന്ന് ഫൈൻഡ് ചെയ്യാം. അതായത് തന്നിരിക്കുന്ന ഗിവൺ പോളിനോമിയലിന്റെ സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാം. സീറോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്ത് ഇതിൽ നിന്നാണ് സീറോസിലേക്ക് പോകുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സമ്മ പ്രോഡക്റ്റ് കൺസെപ്റ്റ് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സമ്മ എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽ ടു എക്സിന്റെ കോഫിഷ്യന്റ് ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് -3 പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു x² കോഫിഷ്യന്റ് ഇൻറ്റു 1 അല്ലെ. 2 × 1 എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. അപ്പൊ ഏതോ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ -3 പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അത് ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, നമ്പേഴ്സ് എന്ന് പറയുന്നത് 2ഉം -2 -1 ആണ് അല്ലെ. സം എടുക്കുമ്പോൾ -3 വരണമെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും, -2 -1 ആണ്. അവരുടെ പ്രോഡക്റ്റ് എടുത്താൽ -2 × -1 ചെയ്താൽ എന്ത് കിട്ടും, 2 കിട്ടും. ഇവരുടെ സം എടുത്തു കഴിഞ്ഞാൽ -2 -1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, അതായത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റിനെ എന്ത് ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്യുന്ന പോലെ ചെയ്യാം. 2 വെച്ച് തന്നെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 × 1 2 എന്ന് കിട്ടും. ഇതിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഇവരെ ഈ ഒരു വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ പറ്റും. സം എടുത്ത് നോക്കാം. 2 × 1 എത്ര, 3 ആണ്. പക്ഷെ ആൻസറിൽ ഇവിടെ എന്താണ്, -3 ആണ്. അപ്പൊ ഇതെന്ത് വരും, രണ്ടും മൈനസ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ ആൻസറിൽ എന്ത് വരുള്ളൂ, -3 വരുള്ളൂ. ഇനി ഇവരുടെ പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. -2 × -1 എത്രയാണ്, +2 ആണ്. ശരിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് മിഡിൽ ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ 2x² അതേപടി തന്നെ -2x -1x പിന്നെ അതേപടി തന്നെ +1 അതേപടി തന്നെ. അപ്പൊ ഈ 3x-നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് -2x -1x എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി 2x² ഇവരെ തമ്മിൽ എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 2x-നെ കോമൺ എടുക്കാം. 2x-നെ കോമൺ എടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും, x വരും, -1 എന്ന് വരും. x -1 എന്നാണ് ആൻസർ വരുന്നത്. -1നെ കോമൺ എടുത്താൽ x -1 എന്ന് വരും. അപ്പൊ നമുക്കിതിനെ റിവേഴ്സ് ഓർഡറിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 2x × x 2x², 2x × -1 -2x, ഇനി -1 × x -1x, -1 × -1 +1. ഇത് കറക്റ്റ് ആണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൽ x -1 ഒരു ഫാക്ടറാണ്, ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ 2x -1 ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ x -1 2x -1 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സീറോസിലേക്ക് പോകാം. സീറോസ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസ് ആണ്, അതായത് x -1. therefore x -1 ഒരു ഫാക്ടർ ആണെങ്കിൽ x -1 x -1 is equal to 0. x -1 is equal to 0. therefore x is equal to -1 പുറത്തേക്ക് വരുമ്പോൾ +1. x is equal to 1 എന്ന് കിട്ടും. ഇനി 2x -1 ഒരു ഫാക്ടർ ആണെങ്കിൽ 2x -1 is equal to എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോ 2x is equal to 1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ x is equal to 1/2 എന്നും കിട്ടുന്നു. 1/2 എന്നും കിട്ടുന്നു. x is equal to 1 എന്നും x is equal to 1/2 എന്നും കിട്ടി. അതായത് ഈ സീറോസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് സീറോ എന്താണ്, 1. സെക്കൻഡ് സീറോ എന്ന് പറയുന്നത് 1/2 ആണ്. അത് ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്നും ബീറ്റ ഈസ് ഈക്വൽ ടു 1/2 എന്നും കിട്ടുന്നു. ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്നും ബീറ്റ ഈസ് ഈക്വൽ ടു 1/2 എന്നും കിട്ടുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ കണ്ടുപിടിക്കേണ്ട ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സീറോസ് 3 ആൽഫയും 3 ബീറ്റയുമാണ്. അപ്പൊ നമുക്കിവിടെ ആൽഫയും ബീറ്റയും അറിയാം. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി, 3 ആൽഫയും 3 ബീറ്റയും കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ആൽഫ 1 ആണെങ്കിൽ 3 ആൽഫ എന്തായിരിക്കും, 3 ആൽഫ എന്ന് പറഞ്ഞാൽ 3 × 1 ആയിരിക്കും. കാരണം ആൽഫയുടെ വാല്യൂ 1 ആണ്. 3 × 1 3 എന്ന് കിട്ടും. ഇനിയും 3 ബീറ്റ ഈസ് ഈക്വൽ എന്തായിരിക്കും, ബീറ്റ അതായത് ബീറ്റ × 1/2. അതായത്
3 ഇൻറ്റു ബീറ്റയുടെ വാല്യൂ 1/2, അതായത് 3/2 എന്നും ആൻസർ കിട്ടുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് വേണ്ട കണ്ടുപിടിക്കേണ്ട പോളിനോമിയലിന്റെ ആൽഫയും ബീറ്റയും ആണ്, അതായത് സീറോസിന്റെ, അതായത് അതിന്റെ ഫസ്റ്റ് സീറോ എന്താണ്, ഫസ്റ്റ് സീറോ, സെക്കൻഡ് സീറോ. ഫസ്റ്റ് സീറോ 3 ആൽഫയാണ്. 3 ആൽഫ എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്, 3 എന്ന് കിട്ടി. സെക്കൻഡ് സീറോ എന്ന് പറയുന്നത് 3 ബീറ്റ ആണ്, അത് എത്രയെന്ന് കിട്ടി, 3/2 കിട്ടിയിട്ടുണ്ട്. അതായത് സെക്കൻഡ് റിക്വയർഡ് പോളിനോമിയലിന്റെ സീറോസ് എന്തൊക്കെയാണ്, 3ഉം 3/2 ആണ്. 3ഉം 3/2 ആണെന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ സീറോസ് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, സീറോസ് 3ഉം 3/2 ആണ്. സീറോസ് 3ഉം 3/2 ആണെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സിലേക്ക് പോകാൻ പറ്റും. അതായത് സീറോസ് 3 3/2 ആണെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, എക്സ് മൈനസ് 3ഉം എക്സ് മൈനസ് 3/2ഉം ആ റിക്വയർഡ് പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അതായത് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട പോളിനോമിയലിന്റെ സീറോസ് 3ഉം 3/2 ആണെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, എക്സ് മൈനസ് 3ഉം എക്സ് മൈനസ് 3/2ഉം ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പോളിനോമിയൽസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റിക്വയർഡ് ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമുക്ക് കിട്ടും. കാരണം അതിന്റെ ഫാക്ടേഴ്സ് ആണ് ഈ കിടക്കുന്നത്. ഫാക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും, പുതിയൊരു പോളിനോമിയൽ കിട്ടും. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എന്ത് എഴുതാം, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ഇനി എക്സ് ഇൻറ്റു മൈനസ് 3/2 മൈനസ് 3x/2, മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3x, മൈനസ് 3 ഇൻറ്റു മൈനസ് 3/2 എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലസ് 9/2 എന്ന ആൻസർ കിട്ടും. 9/2 എന്ന ആൻസർ കിട്ടും. ഇപ്പൊ എക്സ് സ്ക്വയറിന് അതേപടി എഴുതാം. അപ്പൊ ഈ ഒരു ടൈം രണ്ട് എക്സിന്റെ ടൈമുകളാണ്. അപ്പൊ ഇവരെ തമ്മിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ മൈനസ് 3x, അതായത് ഇവിടെ LCM എടുത്തിട്ട് ഒരെണ്ണം ഫ്രാക്ഷൻ ആണ്, അതുകൊണ്ട് LCM എടുത്തിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 1 ഉണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. അത് 1 ഇൻറ്റു മൈനസ് 3x എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചെയ്യാം, മൈനസ് 3x/2 x/2 മൈനസ് 3x/1. ക്രോസ് ചെയ്യുമ്പോൾ ഇത് വരും മൈനസ് 3x മൈനസ് 2 ഇൻറ്റു 3 6x, all divided by 2 into 1 2. മൈനസ് 6 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, മൈനസ് 9x എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ എന്തായി മാറും, മൈനസ് 9/2 എക്സ് എന്ന് കിട്ടും, പ്ലസ് എന്താണ് 9/2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ നേരത്തെ ചെയ്ത അതിലും ഇതേ ഫോർമാറ്റിൽ തന്നെ ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നു 2x² മൈനസ്, ഇവിടെ ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം ഈ 2 എന്താ ഇപ്പം ക്യാൻസൽ ആയിപ്പോൾ, therefore മൈനസ് 9x എന്ന് കിട്ടുന്നു, പ്ലസ് ഈ ടേമിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം ക്യാൻസൽ ആവുന്നു, 9 എന്ന് ആൻസർ കിട്ടുന്നു. അപ്പൊ 2x² മൈനസ് 9x പ്ലസ് 9 എന്ന് ആൻസർ കിട്ടുന്നു. അപ്പൊ ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിനെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് എഴുതാം. 2x² മൈനസ് 9x പ്ലസ് 9 is equal to 0. For required quadratic equation എന്താണ്, 2x² minus x plus 9 is equal to 0. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.